ജിസേലിന്റെയും അനുമോളുടെയും കാര്യത്തിൽ ബിഗ് ബോസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി തന്നെയാണ്. സത്യം പറഞ്ഞ് വളരെ രസകരമായ രീതിയിൽ തന്നെ നമ്മുടെ ബിഗ് ബോസ് ഇപ്പോൾ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസേലും അനുമോളും തമ്മിൽ ബിഗ് ബോസ് വീട്ടിൽ വലിയ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനിടയിൽ ഇപ്പോൾ ഇതാ ബിഗ് ബോസ് അനുമോൾ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ തന്നെയും ലാലേട്ടൻ ഇന്നലെ വന്ന സമയത്ത് വലിയ സ്ക്രീനിലിട്ട് തന്നെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട്. റെക്കോർഡിംഗ് ആയിട്ട് തന്നെയാണ് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് അനുമോൾക്ക് വലിയൊരു അടിയായിപ്പോയി. ബിഗ് ബോസിന്റെ കാഴ്ചപ്പാടിൽ എന്തായാലും ജെനുവൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് നമ്മുടെ അനുമോളും ജിസയിലും തമ്മിലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഇതൊന്ന് വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് ബോസും ശ്രമിക്കുന്നത്. അത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ മനസ്സിലാവുകയും ചെയ്തു. അനു പറയുന്നുണ്ട് ജിസൈലിന്റെ പിറകെയാണ് ഇവിടുത്തെ എല്ലാവരും അഭിയോഗിച്ച് എല്ലാവരും മൊണ്ണകളാണ് എന്നും. ഇത് പറഞ്ഞതാണ് നമ്മുടെ ബിഗ് ബോസ് വലിയ സ്ക്രീനിലിട്ട് കാണിച്ചും കൊടുത്തത്. ഇതോടെ എന്തായി, ബിഗ് ബോസ് വീട്ടിലെ എല്ലാ പുരുഷന്മാരും അനുമോൾക്ക് എതിരായി. നമ്മുടെ ജിസൈലിനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജിസൈൽ ഇതൊക്കെ കേട്ട് കട്ടക്കലിപ്പിലാണ്. പക്ഷെ പ്രതികരിക്കുന്നൊന്നുമില്ല. ഇനിയുള്ള നമ്മുടെ എപ്പിസോഡുകളിലൊക്കെ തന്നെയും അനുവും അതുപോലെ തന്നെ ജിസൈലും തമ്മിൽ സ്ട്രോങ് ആയിട്ട് തന്നെ കളിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പണികളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. സത്യം പറഞ്ഞാൽ ഇരുവരുടെയും കോംബോ എന്ന് പറയുന്നത് റിയൽ ആയിട്ടുണ്ടായ ഒരു ശത്രുത തന്നെയാണ്. മറ്റുള്ളവരൊക്കെ തന്നെയും നാടകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ജിസയിലും അനുമോളും തമ്മിൽ സത്യസന്ധമായിട്ടുണ്ടായ ഒരു പ്രശ്നം തന്നെയാണ്. അത് നമ്മുടെ ബിഗ് ബോസും വിട്ടുകൊടുക്കുന്നില്ല. അതൊന്ന് പൊരിപ്പിച്ചെടുക്കാൻ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിന്റെയും ഉദ്ദേശം. അതിനുവേണ്ടി എല്ലാവരും പ്രോത്സാഹനവും നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് വലിയൊരു കാര്യം. എന്തായാലും നമ്മുടെ ജിസയിൽ ഇപ്പോൾ നല്ലൊരു കുട്ടി എന്നുള്ള നിലയ്ക്കാണ് ബിഗ് ബോസിലൂടെ കടന്നു പോകുന്നത്. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയും ജിസേലിന്റെ തനി നിറം നമുക്ക് കണ്ടു തന്നെ അറിയാം. അനുമോളുടേതും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരും ഇനി അങ്ങോട്ട് വലിയ കളികളിലൂടെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. എന്തായാലും വീക്കെൻഡിൽ ലാലേട്ടൻ വന്നു പോയത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇനി ഇന്നത്തെ എപ്പിസോഡുകളിലൊക്കെ തന്നെയും ജിസേലും കൂട്ടരും ചേർന്ന് അനുവിനെ പൊരിച്ച് തിന്നുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ബാക്കി അപ്ഡേറ്റുകൾ നോക്കാം. എന്തായാലും ജിസയിലും അനുമോളും തന്നെ ആയിരിക്കും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ 7 ഭരിക്കാനിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ജിസയിലിനെതിരെ അവിടെ ഒരു എതിരാളി ആയിട്ടുള്ള നമ്മുടെ അനുമോള് തന്നെയാണ്. ജിസയിൽ എന്ത് തന്നെ കാണിച്ചാലും ബിഗ് ബോസ് വീട്ടിലെ മറ്റു മത്സരാർത്ഥികളൊന്നും തന്നെ അതൊരു വലിയ വിഷയമായിട്ട് എടുക്കുന്നില്ല. ബിഗ് ബോസും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ജിസയിലിനെ അങ്ങനെ മോശക്കാരിയായി ചിത്രീകരിക്കാനൊന്നും ബിഗ് ബോസ് ശ്രമിക്കുന്നില്ല. എന്നാൽ അനുമോളുടെ കാര്യത്തിൽ ബിഗ് ബോസ് അങ്ങനെയല്ല ചെയ്തത്. അനുമോൾ പേഴ്സണലായിട്ട് ഒരു ഫ്രണ്ടിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വലിയ സ്ക്രീനിലിട്ടിട്ട് നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അനുവും ജിസയിലും തമ്മിലുള്ള പ്രശ്നം വളർത്താൻ തന്നെയാണ് നമ്മുടെ ബിഗ് ബോസിന്റെ ഉദ്ദേശം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.